ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തകൾക്ക് ആധാരമായിട്ട് ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത് വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത് വാക്യം. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. മതി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ഒരുമിച്ച് തിരുവെഴുത്തിനെ ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. നിന്റെ ജനത്തോട് ഈ വചനത്തെ സംസാരിപ്പാനുള്ള ദൈവകൃപ അടിയനുമേൽ പകരണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഈ ശബ്ദപരിധിയിൽ ഭവനങ്ങളിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുവാൻ ഈ വചനം ഉതകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ 2 ആംഗിൾ ഇരിക്കുന്നുണ്ട്, എനിക്കൊരു പ്രയാസമെങ്കിലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഞാൻ ഇങ്ങനെ ടേബിൾ ഫാൻ പോലെ ഇങ്ങനെ ഇടയ്ക്ക് കറങ്ങേണ്ടി വരും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത് വാക്യമാണ് നമ്മൾ വായിച്ചത്. സുവിശേഷത്തിൻ്റെ 4 വീക്ഷണങ്ങളാണ് നമ്മൾ മത്തായി സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന എഴുത്തുകൾ കാണുന്ന ഒരേ സുവിശേഷത്തിൻ്റെ 4 വീക്ഷണങ്ങളാണ്. മത്തായി എന്ന എഴുത്തുകാരൻ യഹൂദന്മാർക്ക് വേണ്ടി എഴുതുമ്പോൾ അവരത് ശ്രദ്ധിക്കേണ്ടതിനും വായിക്കേണ്ടതിനും അതിൻ്റെ ഭാഗമായ രീതിയിൽ വംശാവലിയിലേറെ താല്പര്യവും അതിൽ ഇഷ്ടപ്പെട്ടിരുന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെപ്പറ്റി വളരെ കൃത്യമായി പറഞ്ഞാണ് താൻ സുവിശേഷം എഴുതുന്നത്. എന്നാൽ മർക്കോസ് ആകട്ടെ റോമക്കാർക്ക് വേണ്ടി എഴുതുന്നുകൊണ്ട് ഉന്നതമായ സ്ഥാനമാനങ്ങളിലിരുന്ന് മറ്റാരേക്കാളും ശ്രേഷ്ഠരവരെന്ന് സ്വയം അവർ കരുതുന്നത് കൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് എഴുതി കൊടുക്കുമ്പോൾ ദാസനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത്. അതിൽ 10-ാം അധ്യായത്തിന് 45-ാം വാക്യം നമുക്ക് ശ്രദ്ധേയമാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ കൊടുപ്പാനും അത്രേ വന്നത് എന്നെഴുതിയിരിക്കുന്നു. ലൂക്കോസ് ആകട്ടെ താൻ എഴുതിയത് ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ്. തത്വജ്ഞാനത്തിൻ്റെ തറവാടെന്നറിയപ്പെടുന്ന ഗ്രീസിൻ്റെ മണ്ണിൽ അനേക ശ്രേഷ്ഠന്മാർ ജ്ഞാനത്തിൻ്റെ മറപിടിച്ച് അവരെ അറിവിൻ്റെ ഉത്തുംഗമായ നിലയിലേക്ക് കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കുന്നവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് വരച്ച് കാട്ടിക്കൊടുക്കുമ്പോൾ ഒരു നല്ല പൂർണ്ണനായ മനുഷ്യനെയാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിലൂടെ വരച്ച് കാട്ടുന്നത്. അതുകൊണ്ട് മനുഷ്യപുത്രൻ എന്നുള്ള പദം ലൂക്കോസ് നിരവധി പ്രാവശ്യം, നിരവധിയല്ല കൂടുതലും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ ആകട്ടെ താൻ എഴുതിയത് ദൈവജനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് തന്നെയാണ് ചിത്രീകരിച്ച് താൻ എഴുതിയിരിക്കുന്നത്. ഒരേ സുവിശേഷത്തിൻ്റെ 4 വീക്ഷണങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു. അതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിയോഗത്തോടെ പാപമോചനത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകുകയും മാനസാന്തര സ്നാനം നൽകുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ തൻ്റെ അരികിലേക്ക് വരുന്ന ജനത്തെ അവരെ ആത്മികമായ പ്രബോധനം കൊടുത്ത്, പാപവഴികളെ വിട്ടുതിരിയാൻ ശക്തമായ പ്രബോധനം കൊടുത്ത് മാനസാന്തര സ്നാനത്തിലേക്ക് അവരെ നയിക്കുമ്പോൾ, ഇതിങ്ങനെ തുടർന്ന് വരുമ്പോൾ ആളുകൾ ഏറിയ പങ്ക് യോഹന്നാൻ്റെ അരികിലേക്ക് വന്ന വാർത്ത ഇങ്ങനെ പടരുമ്പോൾ പരീശന്മാരും പുരോഹിതന്മാരെ ആളുകൾ പരീശന്മാരെ വിടുകയാണ്. ലേവ്യരെ കൂടെ വിട്ടിട്ട് അന്വേഷിക്കുകയാണ് ഇതെന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ന്റെ 19 മുതൽ ഒന്ന് വായിക്കണം. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന്
യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാന്റെ ശുശ്രൂഷകൾ കണ്ട ശേഷം, ഇത് കേട്ട ശേഷം, യോഹന്നാൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. താൻ ആരാണെന്നറിയാം. ഒന്ന്, അവൻ ക്രിസ്തുവാണോ എന്നറിയണം, ഏലിയാവാണോ എന്നറിയണം, വരുവാനുള്ള പ്രവാചകൻ, ആവർത്തനത്തിൽ 18-15 വായിക്കുന്നില്ല, വരുവാനുള്ള പ്രവാചകൻ ആണോ എന്നൊക്കെ അറിയേണ്ടതിന് യോഹന്നാന്റെ അരികിലേക്ക് യഹൂദന്മാർ പുരോഹിതന്മാരെയും ലേവ്യരെയും അയക്കുകയാണ്. യോഹന്നാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയാവല്ല, ആ വരുവാനുള്ള പ്രവാചകൻ എന്ന് പറയുന്ന ആ ആളുമല്ല ഞാൻ ആര് എന്നുള്ള കൃത്യമായ ഭാഗം യോഹന്നാൻ അവിടെ പറയുന്നു. 23-ാം വാക്യം, അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു ഞാൻ. പഴയ നിയമത്തിലെ സുവിശേഷമെന്നറിയപ്പെടുന്ന പുസ്തകമായ യെശയ്യാ പ്രവചനത്തിൽ യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതൊക്കെ വായിച്ച് നന്നായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇതാരാണെന്നറിയുവാൻ അങ്ങോട്ട് അയക്കുന്നത്, യോഹന്നാന്റെ അരികിലേക്ക് പുരോഹിതന്മാരെയും ലേവ്യരെയും അയക്കുന്നത്. ന്യായപ്രമാണ പുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ന്യായപ്രമാണം നന്നായി പാലിക്കുന്ന, അതിനേറെ ഊന്നൽ കൊടുക്കുന്ന ആളുകൾക്ക് ന്യായപ്രമാണത്തിൽ നിഴലായി പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ, ആ ക്രിസ്തുവിനെ വഴിയൊരുക്കുന്ന യോഹന്നാനെ പോലും കൃത്യമായി തിരിച്ചറിയാൻ കഴിയാതെ ആശങ്കയോടെ അവൻ ആരെന്നറിയാൻ വേണ്ടി ആളയക്കുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അവർ പറയാണ്, ഞങ്ങളെ അയച്ചവരോട് ചെന്ന് മറുപടി പറയണം, അതുകൊണ്ട് നീ ആരാണെന്ന് പറയണം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന് വഴിയൊരുക്കുന്നവനാണ് എന്ന് കൃത്യമായി പറയുകയും അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്ന എന്ത് എന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നോടിയായി വന്നവൻ മാത്രമാണ്. പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കാൻ കഴിയുന്ന തിരുവിടത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരുവനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും അവനെക്കുറിച്ച് ഇപ്പോഴും നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആത്മീയ ലോകത്തിലെയും വലിയൊരു അപജയം ഇത് തന്നെയാണ്. ക്രിസ്തുവിനെ യഥാർത്ഥമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല. ക്രിസ്തു എന്നിനി ലോകത്തിലേക്ക് വന്നു എന്ന് കൃത്യമായി വിളംബരം ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് ഭൗതികമായ നന്മകളിലേക്കും നന്മകൾ സമ്പാദിക്കുന്ന ഒരു ഉപാധിയായി ക്രിസ്തുവിനെ തരം താഴ്ത്തി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നറിയാമോ, ഇന്ന് ജനങ്ങൾ രക്ഷിക്കപ്പെടുന്ന വളരെ ചുരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ പുസ്തകത്തിലെ പ്രമാണം അനുസരിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നിങ്ങൾക്കുമുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാകരുത് ക്രിസ്തുവിനെ പിൻപറ്റുന്നത്. ഈ ലോകത്തിലെ വിടുതലിന് വേണ്ടിയാകരുത് ക്രിസ്തുവിനെ പിൻപറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരൊക്കെ നിരവധി ആളുകൾ മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ശക്തമായി ക്രിസ്തുവിനെ മുന്നോടിയായി വന്ന യോഹന്നാന് പോലും താൻ ജയിലറെ കിടക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു. നമ്മുടെ കർത്താവ് ശുശ്രൂഷ ശക്തമായി ചെയ്തു വരികയാണ്. യോഹന്നാൻ അവരെ അയച്ചിട്ട്, നിങ്ങൾ പോയി ചോദിക്കണം അവനോട്, വരുവാനുള്ളവൻ നീ തന്നെ ആണോ? സ്തോത്രം. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് തൻ്റെ അരികിലേക്ക് യഹൂദന്മാരയച്ച പുരോഹിതന്മാരോടും ലേവ്യരോടും അന്വേഷണം നടത്താൻ സകല ജനത്തോടും നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞ യോഹന്നാൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും
തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് വളരെ കൃത്യമായി ശക്തമായി വിളിച്ചു പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ ജയിലറയിൽ കിടക്കുമ്പോൾ ചോദിക്കുന്നത്, വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് ഞാൻ ആ ജനത്തോട് പറഞ്ഞ ആള് നീ തന്നെ ആണോ? സ്തോത്രം. യേശുനാഥന്റെ മറുപടി ഇങ്ങനെയാണ്: കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, പക്ഷപാതക്കാരൻ എഴുന്നേൽക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. നിങ്ങൾ പോയവരോട് പറ. ഒരിക്കൽ ക്രിസ്തുവിനെ നന്നായി ഉയർത്തിയ ക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് എന്ന യോഹന്നാൻ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നഷ്ടബോധത്തിനൊരു മിന്നൽ പിണർ അകത്തൂടെ പോകുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്തുവിനെ ഉയർത്തുന്ന, ക്രിസ്തുവിനോട് പാടുന്ന, പ്രസംഗിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാളുകളിൽ ജീവിതത്തിൽ നേരിടുന്ന വലിയ ക്ലേശങ്ങളുടെ നടുവിൽ ഈ സംശയത്തിന് നിഴലുകൾ ഉണ്ടാകരുത്. സ്തോത്രം. യോഹന്നാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ വരുന്നു എന്നാണ് താൻ വായിച്ചിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് വിടുവിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഭക്തൻ കിടക്കുന്ന ഇപ്പോൾ എവിടാ? കുണ്ടറയിൽ. ആ കുണ്ടറയിൽ നിന്നൊരു വിടുതൽ കൊടുക്കാനല്ല ക്രിസ്തു വന്നത്. അത് യഥാർത്ഥമായ വേറൊരു ഭാഗത്തിലേക്ക് അത് നമുക്ക് പ്രസംഗിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാനാണ് ക്രിസ്തു വന്നത്. പാപാന്ധകാരത്തിൽ കിടക്കുന്ന മുഴുലോകത്തെയും രക്ഷിപ്പാനാണ് ക്രിസ്തു ഈ മണ്ണിലേക്ക് വന്നത്. ബദ്ധന്മാർക്ക് വിടുതലുണ്ട്. ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുന്നവനെ, അവന്റെ ബന്ധനങ്ങളെ തകർത്ത് വീട്ടിലേക്ക് അവനെ അഴിച്ചുവിടേണ്ടതിനാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ യോഹന്നാൻ ചോദിക്കുകയാണ്, വരുവാനുള്ളോ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? നമുക്കറിയാം, ഒരിക്കൽ ക്രിസ്തുവിനെ നന്നായി ഉയർത്തിയ യോഹന്നാന്റെ ഉള്ളിൽ ഈ സംശയത്തിന് നിഴൽ വന്നെങ്കിൽ നമുക്കും നാളുകളിൽ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ സംശയത്തിന് നിഴലുകൾ വന്നു ഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഇന്ന് രാത്രി ഉറച്ചൊരു തീരുമാനമെടുക്കണം. കർത്താവിൻ്റെ വരവരെയും അല്ല എൻ്റെ മരണം വരെയും ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും പതറിപ്പോകാതെ ധൈര്യത്തോടെ ഞാൻ പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധിയാണ്. ആ ദിവസം വരെയും എന്നെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഉറപ്പോടെ ദൈവമക്കൾക്ക് പറയുവാൻ കഴിയണം. ഇന്ന് അനേകർ ക്രിസ്തുവിനെ വിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഒന്നുമില്ലാതെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലായി കഴിയുമ്പോൾ ഈ ക്രിസ്തുവിനെ വിട്ട് മാറുന്ന ഒത്തിരി വാർത്തകൾ കേൾക്കുവാനും പലരെ നേരിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ആ ഭാഗം ഞാൻ ചേർത്ത് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുവിനെ വിട്ട് മാറരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മാർഗമെന്ന് പറയുന്നത് യഥാർത്ഥമായി ഒരു ദൈവവൈതലായി ജീവിക്കാൻ തീരുമാനമെടുത്താൽ, ഒന്നുകൂടെ പറഞ്ഞാൽ നന്നായി മാനസാന്തരപ്പെട്ടാൽ അന്ന് നമ്മുടെ പ്രശ്നം തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നന്നായി മാനസാന്തരപ്പെട്ടാൽ, രക്ഷിക്കപ്പെട്ടാൽ അന്ന് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങും. ചിലർ പറയും, ഞങ്ങൾ ഇറങ്ങി ഇത്ര വർഷമായി ഇതുവരെയും ഒരു പ്രശ്നവും ഇല്ല. രക്ഷിക്കപ്പെട്ട അതൊന്ന് പരിശോധിക്കണം. സ്തോത്രം. നന്നായി രക്ഷിക്കപ്പെട്ടാൽ പ്രതികൂലം തുടങ്ങും. തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് സകല ഉപദ്രവം ഉണ്ടെന്ന്. അകത്തും പുറത്തും മൊത്തം ഉപദ്രവമായിരിക്കും. പക്ഷേ സഹിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് പ്രത്യേകത. രക്ഷിക്കപ്പെട്ടവന് ദൈവം കൊടുക്കുന്നൊരു അസാധാരണമായ കൃപയുണ്ട്. ഇന്നലകൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് മറുപടി പറയും. പക്ഷേ ഇന്ന് ദൈവം അവൻ്റെ നാവിനെ കടിഞ്ഞാണിടും. പ്രൈസ് ദി ലോർഡ്. പറയാൻ നിനക്ക് അനുവാദമില്ല, പകരം ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കുന്നൊരു സമയമുണ്ട്. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ഉന്നതനാകും, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ക്രിസ്തു നിമിത്തം നീ എവിടെയെങ്കിലും മൗനം ഭജിക്കുന്നെങ്കിൽ നിന്റെ പരാജയമല്ലത്, നിന്റെ തോൽവിയല്ലത്, നീ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ 24 നേരിട്ട പ്രതികൂലത്തെക്കാൾ ഉപരി 25 വന്ന് ഭവിക്കാം. പക്ഷേ ഒരു ദൈവവൈതൽ കുലുങ്ങാതെ നിൽക്കും. കാരണം ക്രിസ്തുവാണ് നമ്മുടെ കരം പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ ക്രിസ്തുവെ ചൂണ്ടിക്കാണിച്ച് പറയാൻ, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളൊക്കെ കൃത്യമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ യഹൂദന്മാരെ. ഒപ്പം പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ നന്നായി അറിവുള്ളവർ. അതിൽ ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് തന്നെ ന്യായപ്രമാണം പകർത്തി എഴുതുക എന്നുള്ളതാണ്. ന്യായപ്രമാണം പകർത്തി അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആ എഴുത്തിൻ്റെ ശൈലിക്ക് 2 പേരാ പറയുന്നത്.
കെത്തീബ് എന്നും കിരൈ എന്നും പറയുന്നുണ്ട്. കെത്തീബ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത്, കിരൈ എന്ന് പറഞ്ഞാൽ വായിക്കേണ്ടത്. ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ പറയുന്നത്. അപ്പോൾ അവരുടെ പ്രത്യേകത, യഹൂദന്മാര് ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ യഹോവ എന്ന പദം കൂടെ കൂടെ ഉച്ചരിക്കത്തില്ല. കാരണം നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. അതുകൊണ്ട് ഒരു മഷിത്തണ്ടും എടുത്ത് മഷി മുക്കി തുകൽ ചുരുളിലോട്ട് ഇങ്ങനെ എഴുതുകയാണ്. എഴുതി 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 ഇങ്ങോട്ട് വരുമ്പോൾ യഹോവ എന്ന പദം കാണുമ്പോൾ അവരവിടെ എടുത്തു നിർത്തും. എന്നിട്ട് അതുവരെ ഉപയോഗിച്ച മഷിത്തണ്ട് ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു മഷിത്തണ്ട് എടുത്തിട്ടാണ് യഹോവ എന്ന പദം എഴുതുന്നത്. എന്നിട്ടും എഴുത്ത് വീണ്ടും തുടരുകയാണ്. അടുത്ത യഹോവ എന്ന പദം വരുമ്പോൾ അതുവരെ എഴുതി മഷിത്തണ്ട് ഉപേക്ഷിക്കും. കാരണം അത്രയ്ക്ക് വിശുദ്ധമാണ് യഹോവ എന്ന പദം. ഇങ്ങനെ പഴയ നിയമത്തെ അല്ലെങ്കിൽ ഈ ന്യായപ്രമാണത്തെ എഴുതി അടുത്ത തലമുറയ്ക്ക് വായിക്കേണ്ട രീതി കൊടുക്കുകയാണ്. യഹോവ എന്ന പദം അവരെഴുതി വരുമ്പോൾ അവരെഴുതുന്നത് അഡോണായ് എന്ന പദമാണ്. അതായത് എഴുതിക്കും, അതായത് എഴുതുന്നത് യഹോവ എന്നാണെങ്കിലും വായിക്കേണ്ടത് അഡോണായ് എന്നേ വായിക്കുക, യജമാനൻ, മാസ്റ്റർ എന്നേ വായിക്കാവൂ. ഇങ്ങനെ എഴുതി അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ആളിന്റെ പേരാണ് ശാസ്ത്രിമാര്. അവരും കൂടെ വന്നാ ചോദിക്കുന്നത് ക്രിസ്തുവിനെ പറ്റി ഇവർ ചോദിക്കുകയാണ്. അവരോടും യോഹന്നാൻ പറയാണ്, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി തലമുറയ്ക്ക് യഹോവയായ ദൈവത്തെക്കുറിച്ച് കൃത്യമായി വിശുദ്ധിയുടെ നിറവിൽ എഴുതി 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 യഹോവ എന്ന പദം നിങ്ങൾ കൂടെ കൂടെ എടുക്കരുത്, അഡോണായ് എന്ന് വിളിച്ചുകൊള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെയും പുറപ്പാട് പുസ്തകത്തിലെയും ലേവ്യ, സംഖ്യ, ആവർത്തനം മുതലായ പുസ്തകങ്ങളെ പരിവിവർത്തനം ചെയ്ത് വായിക്കേണ്ടതിന് പുതിയ തലമുറയ്ക്ക് എഴുതി കൊടുക്കുമ്പോൾ ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്ന സ്ത്രീയുടെ സന്തതിയും പുറപ്പാടിലെ പെസഹ കുഞ്ഞാടും ലേവ്യായിലെ പരമയാഗവും സംഖ്യാപുസ്തകത്തിലെ അടിക്കപ്പെട്ട പാറയും ആവർത്തനത്തിലെ വരുവാനുള്ള പ്രവാചകനും എന്നെഴുതിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനവാക്യങ്ങൾ തന്നെയാണ്. ഇത് വിവർത്തനം ചെയ്തു കൊടുത്തവർക്കും ക്രിസ്തുവെ തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ന്യായപ്രമാണത്തിന്റെ മുൻപോട്ടുള്ള ആ കാലങ്ങൾ അനുസരിച്ച് വരുമ്പോൾ, പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾ മലാഖിയിലേക്ക് വന്നണയുമ്പോൾ പലവിധമായ സംസ്കാരങ്ങളിലൂടെ കടന്നുപോയ ജനം ആ ജാതികളുടെ മ്ലേച്ഛമായ അനുഭവങ്ങളിൽ കുടുങ്ങി ജീവിതത്തിന് വിശുദ്ധി നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പ് വ്യത്യസ്തരായി നിന്നു. അവരുടെ പാപങ്ങളിൽ മലിനപ്പെടാതെ വ്യത്യസ്തരായി നിന്ന ഗ്രൂപ്പിനെ ചരിത്രത്തിലും തിരുവെഴുത്തിലും പഠിക്കുന്നത് പരീശന്മാരെന്ന പേരിലാണ്. അവരതിനകത്ത് അകപ്പെട്ടില്ല, മാറി നിന്നു. ആ ചെറിയ ഗ്രൂപ്പ് കഠിനമായ നിലയിൽ പ്രമാണങ്ങൾ അനുസരിക്കാനും അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും മുൻപോട്ട് വന്നു എന്നുള്ളതാണ്. മലാഖി എന്നുള്ള കാലഘട്ടങ്ങളിൽ ഉടലെടുത്ത നിരവധി നിഗൂഢമായ മതങ്ങളും ആചാരങ്ങളും ഉണ്ട്. അവിടെയൊന്നും കുടുങ്ങിപ്പോകാതെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് എപ്പോഴും മാറി നിന്നു പരീശന്മാർ. അവർ തന്നെ വിവിധ ഗ്രൂപ്പുകളാണ്. കാരണം അവർ പറയുന്നത് 6-7 വിഭാഗത്തിലുള്ള പരീശന്മാരെ പറ്റി പറയുന്ന ശേഖേം പരീശൻ എന്ന് പറഞ്ഞാൽ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ആ മാർഗത്തിലേക്ക് വരുന്നത്. അതായത് അത് പറയാൻ ശേഖേം എന്ന് പറയാൻ കാരണം യാക്കോബിന്റെ മകളെ ലഭിക്കേണ്ടതിന്, അവളെ ഭാര്യയായിട്ട് ലഭിക്കേണ്ടതിന് അവർ കുടുംബമായി ആ ജനം മൊത്തം പരിച്ഛേദന ഏറ്റു എന്ന് വായിക്കുന്നില്ല. കാര്യസാധ്യങ്ങൾക്കായി പരിച്ഛേദന ഏറ്റ് വരുന്ന അങ്ങനെയുള്ള ആളുകൾ പരീശന്മാരിലുണ്ടായിരുന്നു. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർ ഇന്നും ആത്മലോകത്തിന് കൂടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന ആളുകൾ കഴിയുമ്പോൾ അവർ വഴിക്ക് പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഈ അധികം ആളുകൾ പ്രാർത്ഥിക്കാൻ വിളിക്കും, കഴിവ് ഞാൻ അവരെ എൻ്റെ ചർച്ചിലേക്ക് തന്നെ വിളിക്കാൻ വരാൻ പറയും. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ആരും സമീപിക്കരുത്. സ്തോത്രം. യഥാർത്ഥമായി അവൻ വന്നതിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം നയിച്ചു കൊള്ളണം. മറ്റൊരു പരീശന്മാരെ പറ്റി പറയുന്നത് അവർ ഈ ബ്ലൈൻഡ് പാരസിൻസ് എന്ന അന്ധപരീശൻ. അവർ പറയുന്നത് സ്ത്രീകൾ നിമിത്തമാണ് ലോകത്തിൽ പാപമെല്ലാം ഗ്രൗണ്ട്, സ്ത്രീകളെ നോക്കരുത്, കണ്ണടച്ച് നടക്കും. എവിടെയെങ്കിലും ഉരുണ്ട് വീണിട്ട് ശരീരത്തിലോട്ട് ഇങ്ങനെ ബ്ലഡ് എല്ലാം ഒഴുകി ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്നവർ പറയും അദ്ദേഹം കണ്ണ് തുറന്ന് നടക്കാത്തതുകൊണ്ടാണ് തട്ടി വീണ് ശരീരം മുറിഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹം നല്ല പരീശനാണ്, വിശുദ്ധനാണെന്ന് പറയും. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. മറ്റത് ഒന്ന് ഈ ഉരൽ പരീശൻ എന്ന് പറയും. ഉരൽ പരീശൻ അവർ ചെയ്യുന്ന കണ്ണടക്കിയല്ല, പക്ഷേ തലയിൽ കൂടെ കുഴൽ കൊള്ളുന്നതിനും പ്രത്യേക ഒരു ഉറ ഉണ്ടാക്കിയിട്ടിട്ടാണ് നടക്കുന്നത്. ഭൂമിയൊന്നും കാണരുത്, മറ്റാളുകളെയൊന്നും കാണരുത്. ചിലർ പില്ലൽ പരീശന്മാരാ, ഭൂമി പാപം താൻ നിറഞ്ഞുകൊണ്ട് ഉയർന്ന തൂണുകൾ മേൽ കയറിയിരിക്കും. അങ്ങനെ നിരവധി നിലയിലുള്ള പരീശന്മാരുണ്ട്. ചിലര് ന്യായപ്രമാണത്തിന്റെ ആ കാര്യങ്ങളൊക്കെ തുകൽ കണ്ടങ്ങളിൽ എഴുതി കൊണ്ട് നടക്കുന്നവരുണ്ട്. അതിന്റെ എണ്ണം കൂടുതൽ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന ഇദ്ദേഹം കൂടുതലായിട്ട് അനുസരിക്കുന്ന
613 കൽപ്പനകളിൽ ഉള്ളതിൽ എല്ലാം അനുസരിക്കാൻ അദ്ദേഹം ഇനിയും അനുസരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അനുസരിച്ച് പോകുന്ന ആളെന്ന് പറയുന്നു. ചിലര് ഇനി എന്ത് ചെയ്യണം, എന്തും അനുസരിക്കാനുള്ള മനസ്സോടെ നിൽക്കുന്ന ആളുകളുണ്ട്. പൂർണ്ണമായി പ്രമാണത്തെ അനുസരിക്കുന്ന ആൾ. ഇങ്ങനെ വിവിധ നിലകളിൽ പരീക്ഷന്മാരെ നമ്മൾ ചരിത്രത്തിന് ഏടുകൾ പഠിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. നന്നായി കർത്താവിനെ സേവിച്ച് നിത്യതയെ മാത്രം കണ്ടുപോകുന്നവരുണ്ട്. സ്തോത്രം. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർ. ഇതെല്ലാം ഇന്നത്തെ ആത്മലോകത്തിൽ എവിടെയൊക്കെയോ ഇങ്ങനെ കിടക്കുന്നതായിട്ട് പഠനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ വന്നാലും അന്ത്യത്തോളം കർത്താവിനെ വിട്ട് മാറാത്ത ഒരു ആത്മീയ ജീവിതമാണ് നമുക്ക് ആവശ്യം. സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് തരും സമയങ്ങളിൽ. അതുകൊണ്ട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയല്ല, രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, വിടുതലിന് വേണ്ടിയല്ല, നന്മകൾക്ക് വേണ്ടിയല്ല, എന്ത് തന്നാലും ഇല്ലെങ്കിലും ഞാൻ ക്രിസ്തുവിനെ വിട്ട് മാറുകയില്ലെന്ന് ഉറച്ച തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ലാഭമല്ല ഉണ്ടായത്, നഷ്ടമായിരുന്നു. ചരിത്രം പറയുന്നത് ഏതാണ്ട് 9 കോടിയിലധികം മുതലിൻ്റെ ഉടമയായിരുന്ന ക്രിസ്തുവിനെ വിളിച്ചിറങ്ങി അവസാനം മരണത്തിന് തൊട്ട് മുമ്പ് വരുമ്പോൾ, റോമിൽ ജയിലിൽ കിടക്കുമ്പോൾ പറയുന്നത്, നീ ശീതകാലത്തിന് മുമ്പേ എൻ്റെ അടുത്ത് വരുമ്പോൾ നീ ചെയ്ത പുതപ്പ് കൂടെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം. ശീതകാലം തണുപ്പ് വരുന്നു, പുതയ്ക്കണം. ആ പുതപ്പും കർപ്പൂസിന്റെ പക്കലിരിക്കുക. ഇതാണ് യഥാർത്ഥമായി സുവിശേഷ വേല. പ്രൈസ് ദി ലോർഡ്. കപ്പലിന്റെ ഉടമയായിരുന്നേ, പക്ഷേ ഇറങ്ങി കർത്താവിന്റെ വേല ചെയ്ത് നിത്യത്തിലേക്ക് പോകും മുമ്പ്, കണ്ണടയും മുമ്പ് തൻ്റെ ആസ്തി എന്ന് പറയുന്നത് പുതപ്പും കുറെ പുസ്തകവും, അതും വല്ലയിടത്തുമായിരിക്കുന്നത്. ചരിത്രം പറയുന്നത് ആ പുതപ്പ് അവസാനം ഒന്ന് പുതയ്ക്കാൻ പോലും ഭക്തന് കഴിഞ്ഞില്ലെന്ന്. ഇതാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. അത്രയും സൗണ്ടേ വരുമെന്ന് എനിക്കറിയാം. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് പഴയ ഭക്തന്മാർ പാടിയ പാട്ടുകൾ ആഴമാണ്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ മിസ്രയീം വീട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും, ആശ്വാസദേശമൻ മുൻപിലുണ്ട്. മിസ്രയീമിൽ ഒത്തിരി നന്മകൾ എടുത്തു പറയാനുണ്ടേ, അത് വിട്ടതിൽ ഒരു പ്രയാസവുമില്ല. ഒരാശ്വാസദേശം എൻ്റെ മുമ്പിലുണ്ട് എന്ന ഭക്തന്മാർ പാടിയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കഷ്ടതകളിൽ കൂടിയാണ് അവിടേക്കുള്ള യാത്ര. ലുസ്ത്രയിൽ അടി വാങ്ങിച്ച് ശരീരമാസകല മുറിവേറ്റവനായി അവനെ ഉപദ്രവിച്ചവർ പൗലോസ് മരിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ആ തെരുവോരത്തിന്റെ അരികിലേക്ക് അവനെ വലിച്ചു മാറ്റിയിട്ടു. അവൻ മരിച്ചു എന്ന് വിധി എഴുതി. ശിഷ്യന്മാർ ഓടിച്ചെന്നവന്റെ ചുറ്റും നിന്നവനെ ശുശ്രൂഷിച്ചു. അവന്റെ മുറിവിലെ ചോരയെല്ലാം തുടച്ചെടുക്കുമ്പോൾ വചനം അപ്പോസ്തലപ്രവൃത്തി 14 വായിക്കുന്നു, അവൻ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. എങ്ങനെ? സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ, നിന്നെ തകർത്ത് കളയുന്ന ഇടപാടുകൾ ഉണ്ടായാലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ഇത് പറയുമ്പോൾ പൗലോസിന്റെ മുറിവിലൂടെ ചോര ധാരധാരയായി ഒഴുകുകയാണ്. മുറിവിലെ അസഹനമായ വേദനകളുണ്ട്. പക്ഷെ അവനെന്നറിയാം, എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടത് കൊണ്ട് ആ ക്രിസ്തുവിനെ പിൻപറ്റുന്ന എനിക്ക് ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ, മുറിവുകൾ സാരമില്ലെന്നെണ്ണാൻ എനിക്ക് കഴിയും. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കണം. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. കർത്താവിൻ്റെ സന്നിധിയിലോട്ട് പോകുന്നത് അങ്ങനെ പ്രയാസങ്ങളിലൂടെയാണ്, ഇടുക്കുവടിയിലൂടെയാണ് വിശാലമായ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ആമേൻ. അങ്ങനെ തന്നെ എന്ന് ഉറപ്പുള്ളവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ പുസ്തകം പഠിച്ചാൽ അങ്ങനെ തന്നെയാണ്. വേദപുസ്തകം ആദ്യോടൊന്ന് പഠിച്ചാൽ ആരെയെങ്കിലും ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു സഹനത്തിൻ്റെയും വിശ്വസ്തതയുടെയും ചരിത്രമുണ്ട്. ഒരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. കഷ്ടം സഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് കൂടെ വാഴാം. അങ്ങനെ ആ തിരുവെടുത്ത് സഹിക്കാൻ കഴിയുമെങ്കിൽ കൂടെ വാഴാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരുടെ മുമ്പിൽ അവരുടെ ഉപദ്രവങ്ങളേറ്റ്, അവരുടെ നിന്ദവാക്കുകളേറ്റ് മറുപടി പറയാതെ സഹനത്തോടെ നിന്നൊരു യോസേപ്പിനെ നമ്മൾ കാണുന്നുണ്ട്.
ഒന്നും പറഞ്ഞില്ല. കയ്യിലിരുന്ന അപ്പവും ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അവനെ ഉപദ്രവിച്ചു. വസ്ത്രമെല്ലാം പറിച്ചൊരിഞ്ഞെടുത്ത് അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിക്കളയുന്ന ഒരു വസ്ത്രത്തിൽ ചോര പുരട്ടിക്കൊണ്ട് അപ്പനെ കാണിച്ചവർ നിന്റെ മകനെ മൃഗം പറിച്ചു കീറി തിന്നുപോയി. അവിടുന്ന് അടിമച്ചന്തയിലേക്ക് പോകുന്നു. നമുക്കറിയാം ആ ഭാഗങ്ങളൊക്കെ. പക്ഷെ ഒരിടത്തും ദൈവഹിതമല്ലാത്തൊരു വഴിയിലേക്ക് യോസേപ്പ് മാറിയില്ല. പാപം ചെയ്യുവാൻ വഴി ഒരുക്കി കൊടുത്തപ്പോഴും അവൻ പറഞ്ഞത്, ഇതുകൊണ്ടൊന്നും പാപം ചെയ്ത് ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് മാറുകയില്ല. ആ തീരുമാനങ്ങൾ വീണ്ടും കൊണ്ടെത്തിച്ചത് ജയിലറയിലേക്കാണ്. പക്ഷേ ആ ജയിലറ കൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ റൂട്ടിനെ ദൈവം മാറ്റിമറിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തയോടെ നിന്ന യോസേപ്പിനെ ദൈവം അവിടെ തന്നെ ഉയർത്താൻ പദ്ധതിയിട്ടു. ഒരു സ്വപ്നമാണ് ജീവിതത്തിൽ സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയതെങ്കിൽ, ഒരു ദർശനമാണ് ജീവിതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തിയതെങ്കിൽ, അതേ സ്വപ്നത്തിൻ്റെ വഴിയിലൂടെ നിന്റെ ജീവിതത്തിൻ്റെ പടവുകളെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ നിന്നാൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, അവൻ വിശ്വസ്തന്മാരെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉപദ്രവിച്ചവരൊക്കെ പിന്നീട് വരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യാക്കോബ് മരിച്ചു കഴിയുമ്പോൾ സഹോദരന്മാർ പറയുക, ഇനി യോസേപ്പ് നമ്മൾ കഠിനമായി ഇടപെടും. പഴയതെല്ലാം അവൻ്റെ മനസ്സിലുണ്ട്. അവൻ തിരിച്ച് പ്രതികാരം ചെയ്യും. അതുകൊണ്ട് നമുക്ക് നമ്മളോട് പറയാം, നമ്മുടെ അപ്പൻ ജീവനോടിരിക്കുമ്പോൾ ഞങ്ങളോട് ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. യോസേപ്പിനോട് ഞങ്ങൾ ചെന്ന് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ രമ്യപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന് വന്ന് എന്ന് പറയുമ്പോൾ, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ യോസേപ്പ് അവരുടെ മുമ്പാകെ കരഞ്ഞു എന്നാ തിരുവെടുത്ത്. കരഞ്ഞു. എന്നിട്ട് യോസേപ്പ് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഞാൻ പോറ്റിപ്പുലർത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കയ്യിലിരുന്ന് അപ്പം വാങ്ങിച്ച് കഴിച്ചിട്ട് അവനെ ഉപദ്രവിച്ചവൻ്റെ മുഖത്ത് നോക്കി പറയാ, നിന്നെ നിന്റെ തലമുറയെ അനുഗ്രഹിക്കാനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ക്രിസ്തുമാർഗത്തിന്റെ പ്രത്യേകത അതാ. ഒരിക്കൽ നിന്നെ അപമാനിച്ച, നിന്ദിച്ച, ഒറ്റപ്പെടുത്തിയ, തള്ളിക്കളഞ്ഞവരെയും അവരുടെ തലമുറയെ കൂടെ കരുതാനുള്ളത് ദൈവം നിന്റെ കയ്യിൽ തരും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതി മാറ്റുന്നൊരു ദൈവമാണ്. നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നവനാണ് അവൻ. അവൻ നമ്മിൽ തേടുന്നത് ഒന്ന് മാത്രമാണ്, നാം വിശ്വസ്തരായിരിക്കണം. ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എഴുതി അടുത്ത തലമുറയ്ക്ക് കൊടുത്തെങ്കിലും അവർക്ക് ആ ന്യായപ്രമാണത്തിൻ്റെ പൊരുൾ തിരിച്ച ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. അടുത്ത തലമുറയ്ക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന നമ്മൾക്ക് ഈ അവസ്ഥ വരരുത്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. ഞാനത് പറയാനുള്ള കാരണം, ഈ തൊട്ടടുത്ത ദിനങ്ങളിൽ എൻ്റെ കയ്യിൽ ചെറിയ 2 ബുക്ക്ലെറ്റുകൾ കിട്ടി. കണ്ണൂരിൽ നിന്നൊരു സഹോദരൻ അയച്ചു തന്ന. എന്നോട് പാസ് ഒന്ന് വായിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറയണം. ഞാനതിൻ്റെ ആമുഖം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ദൈവസന്നിധി വന്ന് വചനം ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിച്ചിട്ട് പോയ ആളുടെ എഴുത്താണ്. ഇപ്പോൾ ക്രിസ്തുമാർഗത്തെ അപമാനിക്കുന്നു, നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ആരാ. അപ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു ശുശ്രൂഷകനായിരുന്നു. അപ്പോൾ അതെല്ലാം വിട്ടിട്ട് യേശു ക്രിസ്തു വന്നു പോയെന്നാണ് പറയുന്നത്. ഇനി വരാനൊന്നും പോകുന്നില്ല, ഇതെല്ലാം പാസ്റ്റർമാരുടെ ഉപജീവന മാർഗമാണെന്നാണ് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, ഇനി ഇതുപോലെ ആരൊക്കെ എഴുന്നേക്കും നമുക്കറിയത്തില്ല. എല്ലാവരും എഴുന്നേക്കും ഒത്തിരിയാണ്. കാരണം കർത്താവ് പറഞ്ഞത് ചെറിയ കൂട്ടമേ. അപ്പം അതിലേക്ക് കൊണ്ടുവരും. എല്ലാത്തിനെയും ഫിൽറ്റർ ചെയ്ത് ഒരു ചെറിയ കൂട്ടത്തെ കർത്താവ് എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിൽ ആരും ആ കൂട്ടത്തിൽ നിന്ന് പുറത്താകരുത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവെടുക്കുന്നതോറും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് അവസ്ഥയിൽ കൂടെ ദൈവം നടത്തിയാലും ക്രിസ്തുവിനെ വിട്ട് മാറാനിടയാകരുത്. അതുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന ഒരു നന്മയും എനിക്ക് തരരുത് എന്ന് പ്രാർത്ഥിച്ചേക്കണം. അവിടെ നിൽക്കാനുള്ളത് മാത്രം തന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരീശന്മാര്, ശാസ്ത്രിമാര് ഇത് പകർത്തി കൊടുക്കുന്നെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാടിലും ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ ആ കാഴ്ചപ്പാടിലേക്ക് വരാൻ കഴിയാതെ പറയാണ്. ഇപ്പൊ യോഹന്നാൻ പറയാം, നിങ്ങൾ അറിയാത്ത ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരാണ് യേശു ക്രിസ്തു. ഈ ഒരു അറിവാണ് സുവിശേഷത്തിലൂടെ നമുക്കും ഉണ്ടാകേണ്ടത്, ലോകത്തിനും ഉണ്ടാകേണ്ടത്. ആരാണ് യേശു ക്രിസ്തു? നിരവധി ആളുകൾ വിവിധ നിലകളിലാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. യേശു ക്രിസ്തുവിനെ നല്ലൊരു മനുഷ്യനായിട്ടും മനുഷ്യ സ്നേഹിയായിട്ടും ഒക്കെ പറയുന്നവരുണ്ട്. ചരിത്ര പുരുഷനാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ദിവ്യനാണെന്ന് പറയുന്ന ആളുകളുണ്ട്. വിവിധ നിലകളിലാണ് യേശു ക്രിസ്തുവിനെ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്.
ആത്മീയലോകത്തിലും കാഴ്ചപ്പാടുകൾ കുറവൊന്നുമില്ല. ചിലരുടെ കാഴ്ചപ്പാട് യേശുക്രിസ്തു നല്ലൊരു വൈദ്യനാണ്, ചിലരുടെ കാഴ്ചപ്പാടിൽ യേശുക്രിസ്തു നല്ലൊരു ബാങ്കറാണ്, ചിലരുടെ കാഴ്ചപ്പാടിൽ യേശുക്രിസ്തു നല്ലൊരു ഫൈറ്ററാണ്. ഇങ്ങനെ വിവിധ നിലകളില്ല. സ്തോത്രം. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുണ്ട്. എന്നാൽ തന്നെ യേശുക്രിസ്തു ആരാണെന്ന് യഥാർത്ഥമായി തിരിച്ചറിയണം. ക്രിസ്തു ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ അധികം ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ അവന്റെ സാക്ഷ്യം, അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞുവെങ്കിലും പറയാം, നിൽക്കവിടെ, വീട്ടിരുന്നാട്ടെ, വീട്ടിരുന്നാട്ടെ, കാര്യം പറയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീട്ടിരുന്നു സഹോദരൻ, വീട്ടിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതൊക്കെ ഉണ്ടാകും. നന്നായിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഇതൊക്കെ ഉണ്ടാകും. സ്തോത്രം. ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയണം യഥാർത്ഥമായിട്ട്. ക്രിസ്തു വന്നാലേ ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ഇളകുള്ളൂ. മനസ്സിലായില്ലേ? സ്തോത്രം. ഈ ഗദദേശത്തുള്ള പല ആളുകളും വന്നു പോയിട്ടുണ്ടെങ്കിലും അവൻ ഇതുവരെ ഇളകിയിട്ടില്ല. ഇളകിയ എപ്പോഴാണെന്നറിയാമോ? യേശു വന്നപ്പോഴാണ് അവൻ ഇളകിയത്. സ്തോത്രം. ഞാൻ എവിടെ പ്രസംഗിച്ചാൽ ഇങ്ങനെ ഓരോന്ന് ഇളകി വരും. അങ്ങനെ എവിടാന്നില്ല, എവിടെ നിർത്തി, കവലയ്ക്ക് നിർത്തിയാലും ഇളകി വരും എന്നുള്ളതാണ്. ചെവി കേൾക്കാത്തവനും പറയും ശബ്ദമാ, മൈക്ക് നിർത്താൻ പറയും. ചെവി കേൾക്കത്തില്ല അവന്, എന്നാലും പറയും സൗണ്ടാ, നിർത്താൻ പറയും. എൻ്റെ കാര്യം എനിക്കറിയാം, ദൈവത്തിനും അറിയാം. സ്തോത്രം. ഇന്ന് രാത്രി നീ വിടുവിക്കപ്പെടാനുള്ള രാത്രിയാണ്. നിനക്ക് ദൈവം കനിഞ്ഞു എന്ന സമയം ഇന്ന് രാത്രി. സ്തോത്രം. യേശു ആരാണ്? ചരിത്രകാരന്മാർ എഴുതി നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട്, പക്ഷെങ്കിൽ ഇവരാരും ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിന്റെ ജീവകാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ എൻ്റെ കണ്ണുനീർ തുള്ളി കൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ ആ പാദങ്ങൾ കഴുകുമായിരുന്നു. എന്തോ വാക്കാത്. സ്തോത്രം. അദ്ദേഹം വീണ്ടും പറഞ്ഞു, മനുഷ്യനായി പിറവിയെടുത്തതിൽ ദൈവമായി ഒരുവനെ ആരാധിക്കാൻ കൊള്ളാമെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ പുള്ളി രക്ഷിക്കപ്പെട്ടില്ല. അതാ കാര്യം. അങ്ങനെ യേശുവിനെ പറ്റി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പറയല്ല, അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവനാണ് ഭാഗ്യവാൻ. വാക്യമൊക്കെ ഉണ്ട്. ഇത് വായിക്കുന്നവരും വായിച്ച് കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടു. വെളിപ്പാട് ദിവസം ഒന്ന് എടുത്തു സഹോദരങ്ങളെ. ഞാൻ വാക്യങ്ങൾ കുറിച്ച് തരുന്ന കാരണം ഇങ്ങനെ ചില ലൈവായിട്ട് സാധനം വരുന്നുണ്ട്. അന്നേരം പറയണേനാ. 1-ാം അധ്യായം എടുത്തേ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാട്ടെ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇവിടെയാണ് എല്ലാ ആളുകളും നിൽക്കുന്നത്. വായിച്ചാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, കേട്ടാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഒരു വാക്യം കൂടെ പറയുന്നു, ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും. അപ്പൊ വായിച്ചാലും അനുഗ്രഹം, കേട്ടാലും അനുഗ്രഹം, പ്രമാണിച്ചാലും എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം. പക്ഷേ 22-ാം അധ്യായം 7-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കണം. അപ്പോൾ അറിയാം യഥാർത്ഥ ഭാഗ്യവാൻ ആരാണെന്ന്. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയും. ഭാഗ്യവാൻ വായിച്ചവൻ അവിടെയില്ല. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പുതുവാന ഭൂമിയിൽ വായിച്ചു കൊടുത്തവനില്ല, കേട്ടവനുമില്ല, അനുസരിച്ചവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വർഷാവർഷങ്ങൾ സുവിശേഷം കേൾക്കുന്നുണ്ട്, സുവിശേഷത്തിന് പ്രതികൾ വായിക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ അനുസരിക്കുന്നില്ല എങ്കിൽ നിത്യതയിൽ പോകുവാൻ നിനക്ക് കഴിയില്ല. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും. സ്തോത്രം. എല്ലാ യോഗങ്ങൾക്കും വരും, എല്ലാ യോഗം കേൾക്കുകയും ചെയ്യും. അനുസരിക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവം കനിഞ്ഞു നൽകുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. കൃപയാൽ ഈ മാർഗത്തിനകത്ത് കയറാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. യേശുക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിന് തത്വജ്ഞാനികളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
പക്ഷെ അവരുടെ ആരുടെയും എഴുത്തുകൾക്കോ ഭാഷ്യങ്ങൾക്കോ ക്രിസ്തുവിനെ നന്നായി വരച്ച് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കൊലോസ്യ ലേഖനത്തിൽ അത് തത്വജ്ഞാനികൾക്ക് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന വാക്യങ്ങളൊന്ന് വായിക്കണം. 1-ാം അധ്യായത്തിന് 15-ാം വാക്യം അതൊന്ന് വായിക്കണം. ആരാണ് യേശു ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. സർവസൃഷ്ടിക്കും ആദ്യജാതൻ. ഒരു മിനിറ്റ് നിൽക്കണം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവം തന്നെയായിരുന്നു യേശു ക്രിസ്തു. പിതാവിനെ വെളിപ്പെടുത്തുകയാണ് പുത്രൻ. എന്തുകൊണ്ട് പിതാവിനെ ആ നിലയിൽ വെളിപ്പെടുത്തേണ്ടി വന്നു? പാപമില്ലാത്ത അവസ്ഥയിൽ ഈ മണ്ണിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയപ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ കഴിയാതെ ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നു പോവുകയാണ്. വെയിലാറുമ്പോൾ തോട്ടത്തിൽ ഇറങ്ങി വന്ന ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെ? അവൻ പറഞ്ഞു, ഞങ്ങൾ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുക. തമ്പുരാൻ ചോദിച്ചു, നീ നഗ്നനാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ അങ്ങനെ അല്ലല്ലോ നിന്നെ സൃഷ്ടിച്ചത്. പറഞ്ഞു, നീ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം പറിച്ചു വന്നു, ഞങ്ങളത് കഴിച്ചു, ഞങ്ങൾ പാപികളായിരിക്കുന്നു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു, ഇനി നിന്റെ മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ആദാമിന്റെ പാപനിമിത്തം മുഴു ലോകവും പാപത്തിന് അടിമപ്പെട്ടു പോയപ്പോൾ മനുഷ്യന് ദൈവത്തിന് മുമ്പിൽ അടുത്ത് ചെല്ലാൻ കഴിയാത്ത ഒരു വലിയ വിള്ളൽ വന്നു. ഉൽപ്പത്തി 3-ന്റെ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെ? ഈ ചോദ്യത്തിന് മറുപടി യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുക്കുകയാണ്. പാപമില്ലാത്ത മനുഷ്യനെ കൃത്യമായി തൻ്റെ ജീവിതത്തിലൂടെ മാതൃകയായി കാണിച്ചു കൊടുക്കുമ്പോൾ, പിലാത്തോസിന്റെ കൽത്തടത്തിൽ വിധി നിർണയം നടത്തി നിൽക്കുമ്പോൾ, അവനിൽ ആര് വിസ്തരിച്ചിട്ട് പാപങ്ങൾ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ, എല്ലാവരും നീതിമാൻ നീതിമാൻ നിർമ്മലൻ എന്ന് കൃത്യമായി വിളിച്ചു പറയുമ്പോൾ, പിലാത്തോസ് അവനെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. ഏതാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തേടിയ മനുഷ്യൻ, പാപമില്ലാത്ത മനുഷ്യൻ. അവിടെ അന്വേഷിച്ചിട്ടും ഒരു തലമുറയിലും പാപമില്ലാത്തവനെ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ, ഇതാ മുഴു ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് പാപമില്ലാത്തവനായി ഈ മണ്ണിൽ ജനിച്ച് ജീവിച്ച് ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പിതാവ് ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ പീലാത്തോസിന്റെ അരമനയിൽ വിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കുന്ന ധന്യനായ ക്രിസ്തുവേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, ഇതാ പാപമില്ലാത്തൊരു മനുഷ്യൻ, ആർക്കും പാപം ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തവൻ. അതുകൊണ്ട് തന്നെ എന്റെ കർത്താവിന്റെ വലിയ പ്രഖ്യാപനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളിൽ ആരെന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തും. ആർക്കും ബോധ്യം വരുത്താൻ കഴിഞ്ഞില്ല, കാരണം അവനിൽ പാപമില്ല. സ്തോത്രം. അപ്പോൾ അദൃശ്യനായ ദൈവത്തിന്, മനുഷ്യന് കാണാൻ കഴിയാത്ത തേജസ്സേറിയ ആ ദൈവത്തിൻ്റെ പ്രതിമയായി ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ മണ്ണിലേക്ക് വന്ന ജഡം സ്വീകരിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. കരങ്ങൾ ഉയർത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. പാപത്തിന് ശമ്പളം മരണമാകയാൽ പാപം ദൈവത്തെയും മനുഷ്യൻ തമ്മിൽ അകറ്റിയപ്പോൾ ആ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അടുപ്പിക്കുവാൻ അവരുടെ ഇടയിൽ തടസ്സം നിൽക്കുന്ന പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യണം, പാപത്തിന് പരിഹാരം വരുത്തണം. പാപത്തിന് ശമ്പളം മരണമെന്ന് ദൈവം തന്നെ വിധിച്ചിരിക്കുമ്പോൾ പാപത്തിന് ശമ്പളം വരിക്കുവാൻ മഹാദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഏക രക്ഷാ നായകനാണ് വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ പത്രോസ് ആത്മാവിന്റെ നിറവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ഒറ്റ രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്, വേറെ ഒരുത്തനുമില്ലെന്നാ പറയും. ഇവിടെ വരുമ്പോഴാണ് വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പത്രോസ് തിരിച്ചറിഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കാൻ ഉന്നതത്തിൽ നീടിലേക്ക് ഇറങ്ങി വന്ന ഏക രക്ഷാനായകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ആ കൃപയിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വന്നത് എനിക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിവാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്.
പ്രൈസ് ദി ലോർഡ്. ആ തിരിച്ചറിവ് നമുക്ക് കിട്ടി, ദൈവം തന്നു. അത്ര അനുഗ്രഹമാണ്. ഇന്നും ജ്ഞാനികൾ പോലും ഈ തിരിച്ചറിയാൻ കഴിയാതെ ഇന്ന് നിൽക്കുകയാണ്. അതാ യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. പാസ്റ്ററുടെ ആമുഖം പറഞ്ഞതുപോലെ കലണ്ടർ കാണുമ്പോഴും ഈ പ്രപഞ്ചം കാണുമ്പോഴും ഇവിടെ എന്തിലേക്ക് നോക്കിയാലും ദൈവത്തിൻ്റെ സ്പർശനമില്ലാത്ത ഒന്നുമില്ല. ദൈവത്തിൻ്റെ കരസ്പർശനമില്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ലെന്ന്. പക്ഷെ ഇത് കണ്ടിട്ടും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യന് ഇതിന് പിന്നിൽ ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇന്ന് നിൽക്കുമ്പോൾ, വലിയ ഡിഗ്രികളൊന്നുമില്ലെങ്കിലും ബലഹീനരായ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടിതാവുണ്ട്, ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രിതാവുണ്ട്, യഥാർത്ഥമായ ഒരു രക്ഷകനുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മൾ ഇന്ന് രാത്രി പന്തലിനകത്ത് കൊണ്ടുവന്നത്. സ്തോത്രം. അത് വ്യർത്ഥമല്ല. അവനൊരിക്കൽ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് ലോകത്തിന് ക്രിസ്തുവിനെ വേണ്ടവണ്ണം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ അനേക മഹാന്മാരിൽ ഒരുവനെ പോലെയൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് പലരുടെയും വോട്ടറിടയിൽ കൊണ്ട് ക്രിസ്തുവിൻ്റെ പടവും വെക്കും. വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർക്കറിയാം, നിരവധി പടങ്ങൾക്കിടയിൽ കൊണ്ട് ക്രിസ്തുവിൻ്റെയും മൈക്കലാഞ്ചലോ വരച്ച ആ പടം എല്ലാം കൊണ്ട് വെക്കുന്നുണ്ട്. എന്ത് വായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരാളായിട്ടാണ് അവരെല്ലാം ക്രിസ്തുവിനെ കാണുന്നത്. പക്ഷെ എങ്കിൽ കൃപയാൽ നമുക്ക് അങ്ങനെയല്ല. അവന് നമ്മൾ സ്ഥാനം കൊടുത്ത് നമ്മുടെ ഹൃദയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ ഓരോരുത്തരുടെ മേൽ ആത്മാവ് വന്നു എന്ന് വായിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവരുടെ മേലല്ല, നമ്മുടെ ഉള്ളത്തിൽ വന്ന് വസിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നന്നായി സൂക്ഷിക്കണമെന്നാണ് പുസ്തകം പഠിക്കും. നിങ്ങളെ തന്നെ നന്നായിട്ട് സൂക്ഷിച്ചോണമെന്നാണ്. അപ്പൊ ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. 2, സർവ സൃഷ്ടിക്കും ആദിജാതനും. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവനാണ്. ക്രിസ്തുവിനെ പറ്റി അറിയേണ്ട ഒന്നാമത്തെ അറിവ്, സകലത്തിന് മുമ്പേ ഉള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നല്ല യേശു ക്രിസ്തു. സകലത്തിന് മുമ്പേ ഉള്ളവനായിരുന്നു ക്രിസ്തു. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമിടുമ്പോൾ ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നത് വളരെ കൃത്യമായി തിരുവെടുത്ത് നമുക്ക് ഓർമ്മ തരികയാണ്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ, മനുഷ്യന്റെ സൃഷ്ടിക്ക് പിന്നിൽ, സർവചരാചരങ്ങളെയും നിയന്ത്രിച്ച് ഭരിച്ച് നടത്തുന്ന ആ സകലത്തിൻ്റെ പിമ്പിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായി തിരുവെടുത്ത് പഠിക്കുന്നവൻ. സർവത്തിനും മുമ്പേ ഉള്ളവനാണ്. അവൻ നിത്യനായ ദൈവമാണ്. എഴുത്തുകാരുടെ എഴുത്തുപുരയിൽ ഒരു സുപ്രഭാതത്തിൽ തൂലികയിലൂടെ പുറത്തു വന്ന ഒരു വ്യക്തി പ്രഭാവമല്ല ക്രിസ്തുവേശു. അവൻ സർവത്തിനും മുമ്പേയുള്ളവനാണ്. ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമിടും മുമ്പ്, സർവ ജീവജാലങ്ങളെയും സൃഷ്ടിക്കും മുമ്പ്, ഇവയുടെയൊക്കെ സൃഷ്ടി കാരണസത്തയായി ഇതിന്റെ പിമ്പിൽ പ്രവർത്തിച്ചവനാണ് സർവശക്തനായ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് അവനെ അങ്ങനെ തന്നെ അറിയാനാ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. ഒന്ന്, അവൻ സർവത്തിനും മുമ്പെയുള്ള ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും വിശുദ്ധിയോടും ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പറയുന്നു, അവൻ മഹാദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സകല ദേവന്മാർക്കും മീതെ അവൻ ദൈവമാണ്. ഇതാണ് യേശു ക്രിസ്തു. 33.5 വർഷത്തെ ഈ ലോക ജീവിതത്തിൽ വന്ന് ജീവിച്ച് ക്രൂശിൽ മരിച്ച് ഉയർപ്പ് അവിടെ കൊണ്ട് തീർന്നില്ല. അവൻ്റെ ജീവാരംഭം ജീവാവസാനം എന്ന് പറയുവാൻ കഴിയുന്നില്ല. പിന്നെ ജഡത്തിൽ വന്നത് ആ ദൗത്യമേറ്റെടുക്കുവാൻ വന്നു. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, പാപത്തിന് ശമ്പളമായ മരണം വരിക്കണം. പക്ഷേ ദൈവമായിരുന്നാൽ മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരണം ഏറ്റെടുക്കുവാൻ ജഡം സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പാപത്തിന് ശമ്പളം മരണമാണ്. ആരാണ് ഈ മനുഷ്യൻ രക്ഷിക്കുന്നത്?
ഉലകത്തിൽ പിറവിയെടുക്കുന്ന എല്ലാ മനുഷ്യരും പാപികളാണ്. ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പഴയ നിയമപ്രമാണങ്ങൾ കൊടുത്തിരിക്കുന്ന യാഗാദി കർമ്മങ്ങളൊക്കെ ക്രിസ്തുവിലേക്ക് വിരക്ഷ കൊണ്ടുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ തകർക്കുമെന്നുള്ള ആ വാക്യം തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പ്രവചന വാക്യമാണ്. പുറപ്പാടിലെ ആ പെസഹ കുഞ്ഞാട് ക്രിസ്തുവിന് നിഴലാണ്. അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ പൗലോസ് കൊരിന്ത്യ സഭയോട് ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. ലേവ്യ യാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പരമയാഗം അത് ക്രിസ്തുവിന്റെ ക്രൂശുമരണമായിരുന്നു. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറ, വെള്ളം തുറന്നു കൊടുത്ത ആ പാറ ക്രിസ്തുവായിരുന്നു. കൊരിന്ത്യ സഭയോട് പറയാണ്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മരുഭൂമിയിലായിരുന്നു. അവരെല്ലാവരും ഒരേ ആത്മീയാഹാരം കഴിച്ചു, ഒരു ആത്മീയപാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആവർത്തന പുസ്തകത്തിൽ പറയുന്ന വരുവാനുള്ള പ്രവാചകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. ഈ വാക്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്ത ശാസ്ത്രിമാർക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ കൃപയാൽ ഇതറിയാൻ കഴിഞ്ഞ നിരവധി നിരക്ഷര ആളുകൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ഉള്ളത്തെ കൊടുത്തപ്പോൾ യേശു ആരെന്നവർ തിരിച്ചറിയാനിടയായി. സ്തോത്രം. അതുകൊണ്ട് യോഹന്നാന്റെ വാക്കുകൾ കേട്ട് അവിടേക്ക് വന്നവർ പിന്നീട് പറയാണ്: ഞങ്ങൾ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ! ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയുക മാത്രമല്ല, അടുത്തൊരാളെ കൂടെ കൂട്ടി അവിടേക്ക് കൊണ്ടുവരികയാണ്. സ്തോത്രം. അവൻ മഹാദൈവമാണ്, സകല ദേവന്മാർക്കും മീതെയുള്ളവൻ. ആമേൻ. അവൻ നമ്മുടെ രക്ഷകനാണ്. രക്ഷകനായി മണ്ണിലേക്ക് വന്ന ഏക മാർഗമായി, വഴിയായി, സത്യമായി, ജീവനായി ഇഹത്തിലേക്ക് വന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനും ക്രിസ്തുവിനെ പിൻപറ്റാനും ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഇന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ ക്രിസ്തുവിനെ ആ നിലയിൽ പ്രസംഗിക്കുന്നിടങ്ങൾ വളരെ ആളുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതിക അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ ഇന്ന് ആളുകൾ കൂടിക്കൊണ്ടിരിക്കും, എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഒരിക്കലും ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലായിപ്പോൾ എന്നോട് പറഞ്ഞാൽ പ്രസംഗത്തിന് റൂട്ടൊന്ന് മാറ്റിവിട്ട ആളെയും കൂടിക്കോളൂ എന്ന് പറഞ്ഞു. പ്രസംഗത്തിന് റൂട്ടൊന്ന് മാറ്റിവിട്ട ആളെയും കൂടും. നിങ്ങളിവിടെ എല്ലാവരും വളരെ ചലനാത്മകമായിട്ടിരിക്കാൻ ഉള്ള ട്രിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അത് ആത്മീയ ശുശ്രൂഷയല്ല, അത് ഇടപാടായി മാറി. അപ്പം ഞാൻ തിരുവെടുത്ത് ധ്യാനിച്ചപ്പോൾ കർത്താവിൻ്റെ പ്രഭാഷണത്തിൻ്റെ ശൈലി ഒന്ന് നോക്കിയപ്പോൾ ആദ്യത്തെ പ്രഭാഷണങ്ങൾ 10,000 പുരുഷാരമെന്ന എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയല്ല. രോഗികൾ ഇഷ്ടം പോലെ, അവർക്കെല്ലാം സൗഖ്യമുണ്ട്, വന്നവർക്കെല്ലാം പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ പിന്നെയും കൂടി വന്നു. നാളുകളേറെ കഴിഞ്ഞപ്പോൾ പ്രസംഗത്തിൻ്റെ ശൈലി തമ്പുരാനൊന്ന് മാറ്റിയപ്പോൾ ആളുകൾ കുറയാൻ തുടങ്ങി. അപ്പം ശിഷ്യന്മാരാണ്: കർത്താവേ, ഇപ്പം ഈയിടെയായിട്ട് കർത്താവിൻ്റെ വാക്കുകളൊക്കെ ഇച്ചിരി കഠിനമാകുന്നുണ്ട്, അതുകൊണ്ട് അതൊന്ന് സിമ്പിളാക്കിയാൽ ജനക്കൂട്ടം പിരിഞ്ഞു പോകാതെ ഇരിക്കും. യേശുവിൻ്റെ മറുപടി എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. കർത്താവ് പറഞ്ഞു: നിങ്ങൾക്കും പോകാൻ ആളെ കൂട്ടാനല്ല വന്നത്. സ്തോത്രം. വിടുതലും നന്മയും അനുഗ്രഹമൊക്കെ പ്രാപിക്കുന്നത് ക്രിസ്തുവിലേക്കൊന്ന് വരാനുള്ളൊരു വഴി മാത്രമാണ്. എന്നാൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ആരാണെന്ന് യഥാർത്ഥമായി അനുഭവിച്ചറിയണം. അവൻ ഈ മണ്ണിലേക്ക് വന്നത് കേവലം എൻ്റെ ശരീരരോഗ സൗഖ്യമാക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ പാപരോഗത്തെ സുഖപ്പെടുത്തുവാനാണ് അവൻ ഈ മണ്ണിലേക്ക് വന്നത്. അതാ യെശയ്യാ പറയുന്നത്, അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ, സാക്ഷാൽ രോഗം പാപരോഗമായിരുന്നു. അതിന് ചികിത്സ ഉലകത്തിലെ ഒരു വൈദ്യന്മാരുടെ കയ്യിലുമില്ല. ഉലകത്തിലെ ഒരു മരുന്ന് കഴിച്ചാലും ആ രോഗത്തിന് ശമനം വരാതിരിക്കുമ്പോൾ, ആ രോഗത്തിൻ്റെ കാഠിന്യമേറി ഭീതിയിൽ നിന്ന മനുഷ്യൻ്റെ നിലവിളിയാണ് റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നത്? പാപത്തിൻ്റെ പടുകുടിയിൽ കിടന്നുള്ള മനുഷ്യൻ്റെ നിലവിളി ദിഗന്ധങ്ങളിൽ മുഴങ്ങുമ്പോൾ സർവശക്തൻ തന്നെ ഒരു വഴിയൊരുക്കി പാപത്തിൻ്റെ പടുകുടി കിടക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവമൊരുക്കിയ ഏക വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തു ഈ മണ്ണിലേക്ക് വന്ന് തന്റെ പ്രഭാഷണത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അരികിലെത്തുന്നില്ല.
അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ആ പാപം വഴിയടച്ച് ഏദനിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയെങ്കിൽ ആ ഏദനിലേക്ക് നിത്യ സന്തോഷത്തിലേക്ക് മനുഷ്യനെ തിരികെ കയറ്റുവാൻ വേണ്ടി ഏക വഴി തുറന്ന ക്രൂശിലെ മരണത്തിലൂടെ തന്റെ ശരീരം തകർത്തുകൊണ്ട് ജീവന്റെ വഴി തുറന്നു കൊടുത്ത നസ്രേനായുന്ന യേശുക്രിസ്തു അല്ലാതെ മനുകുലത്തിന് മറ്റൊരു രക്ഷകനില്ല. ഞങ്ങളെ കേൾക്കുന്ന മാന്യമിത്രമേ, നിന്റെ ജീവിതത്തിന് തകർച്ച മാറ്റുവാൻ ഒരുവനെ കഴിയുള്ളൂ, അത് യേശുക്രിസ്തുവിന് മാത്രമാണ്. ഏതിൽ നിന്ന് പുറത്താക്കി ഏതിന്റെ കിഴക്ക് തിരിയുന്ന വാളിന്റെ ജാലയുമായി കരൂബുകളെ നിർത്തി അനുവാദമില്ലാതെ, അല്ലെങ്കിൽ ഇനി ആരവിടെ കയറിയാലും ആദ്യം കയറുന്നവൻ വെട്ടേറ്റ് വീഴും. അങ്ങനെയെങ്കിൽ ആ പാപം നിമിത്തം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ ഏതിന് പുറത്താണ് തിരികെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്കായി മുറിവേൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തിന് ശമ്പളമായ മരണം ഭരിച്ച് ഇതാ കല്ലറിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ കല്ലറെ ഭേദിച്ചു കൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ മഹിമയുടെ വലഭാഗം ഇന്ന് വരെ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവന്റെ പുതുവഴി അവൻ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അടുത്ത മകലയിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിച്ചലയേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇടത്ത് വന്ന് നിന്നെ ചേർത്ത് പിടിക്കുവാൻ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനായി ഹൃദയം തുറന്നു കൊടുക്കൂ. പാപത്തോട് വിട പറയൂ. യേശുവിനോട് പ്രാർത്ഥിക്കൂ. കർത്താവേ, അങ്ങേ അറിയാതെ ഇതുവരെയും ഞാൻ അലഞ്ഞു. ഇന്ന് രാത്രി ഞാൻ അറിയുന്നു, അങ്ങ് സർവശക്തനാണ്, അങ്ങ് മഹാ ദൈവമാണ്, അങ്ങ് സകലത്തിനും മുൻപേ ഉള്ളവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആമേൻ. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവനാണ്, അവൻ മഹാദൈവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടണമെങ്കിൽ ജീവിതത്തിൽ നിഷ്കളങ്കത വേണം. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തു ഈ മണ്ണിലേക്ക് വന്നു തന്നെ നമ്മെ അവൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരും പരമാർത്ഥ ഹൃദയമുള്ളവരെ കൊണ്ട് നിർത്തണം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. ഇതിനാണ് പാപം കളങ്കപ്പെടുത്തിയ അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് നിഷ്കളങ്കര മനസ്സിനെ ഉടമളാക്കി നമ്മളെ പിതാവിൻ്റെ അടുത്ത് കൊണ്ട് നിർത്താനാണ് പുത്രൻ നമുക്കായി ക്രൂശിൽ യാഗമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവനെ പിൻപറ്റുന്ന നാൾ മുതൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അവൻ്റെ കരത്തിനകത്തുണ്ട്. ഒന്നിനും അലയണ്ട, വിടത്തില്ല അങ്ങനെ കർത്താവ്. വളരെ തെളിവായി പറയുന്ന ഭാഗമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ വേഗത്തിൽ ഞാൻ വാക്കുകൾ നിർത്തട്ടെ. 3 ദിവസമായി കർത്താവിൻ്റെ പിന്നാലെ പുരുഷാരം ഓടുകയാണ്. വചനം കേട്ട് സന്തോഷിച്ച് പുറകെ പോകുന്നു. 3-ാം ദിവസമായ വിശേഷന്മാരുടെ കർത്താവേ, 3 നാളായി പുരുഷാരം കൂടെയുണ്ട്. ഇവർക്ക് ഭക്ഷണം വേണം, ഇവർക്ക് രാവാർക്കണം. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇവർക്ക് ഭക്ഷണം വേണം, മറ്റൊന്ന് രാവാർക്കണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഹാരം വേണം, പാർപ്പിടം വേണം. അതുകൊണ്ട് അത് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമെന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കണം. സ്തോത്രം. കൂടെ നിന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയണം, ഇവരെ ആഹാരത്തിനും പാർപ്പിനും വേണ്ടി അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കണം. യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. കർത്താവേ, നമ്മുടെ പക്കലൊന്നുമില്ല. കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് കൊടുത്തു. അവൻ അതിനെ വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ജനത്തെ നിങ്ങൾ പന്തിയായിട്ടിരുത്തണം. 50 100 പന്തിയായിട്ടിരുത്തി പുൽപ്പുറത്തിരുത്തി വിളമ്പിക്കൊടുക്കാൻ പറഞ്ഞു. എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുത്തുന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് രാത്രി അവരെവിടെ പാർത്തു എന്ന് ചോദിച്ചാൽ ഞാൻ ഒത്തിരി വായിച്ച് കുഴഞ്ഞു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആഹാരം കൊടുത്തു, പക്ഷെ 2ാമത്തെ കാര്യം എവിടെ പാർക്കും? രാപാർക്കണം. അന്ന് രാത്രി അവരെവിടെ പാർത്തത്? തിരുവെടുത്ത് ഞാൻ ധ്യാനിക്കുമ്പോൾ തമ്പുരാനോട് പറഞ്ഞു, അന്ന് രാത്രി അവർ വിശ്രമിച്ചത് എവിടാന്ന് നിനക്കറിയാമോ? അവർ അത്യുന്നതൻ്റെ ചിറകൻ്റെ കീഴിൽ, സർവശക്തൻ്റെ നിഴലും കീഴിൽ അന്ന് രാത്രി അവർ പാർത്തെങ്കിൽ ഈ ലോകത്തിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ തമ്പുരാൻ അറിയുന്നുണ്ട്. ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവനെ പിൻപറ്റുന്ന ദൈവ പൈതലേ,
ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ കാണാം. ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ. 2025 തുടക്കത്തിലും ആ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വലിയ ചോദ്യചിഹ്നമായി മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പറയുന്നു, നീ പിൻപറ്റിയ ക്രിസ്തു നിന്റെ സകല കാര്യങ്ങളും നിവർത്തി തരുവാൻ അവൻ മതിയായവനാണ്. അവനെ പിൻപറ്റുന്ന ഒരുവനെയും അവൻ കൈവിടുകയില്ല. അവന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരുവൻ മറ്റൊരിടത്ത് അലയാൻ കർത്താവ് വിടുകയില്ല. നിന്റെ ദൈവം ആരെന്ന് ജാതികൾ ചോദിക്കാൻ ഇടവരുത്താതെ ആ കരത്തിന്റെ കീഴിൽ നിനക്ക് വേണ്ടിയത് ആത്മീയമായതും ഭൗതികമായതും നിന്റെ തലമുറയ്ക്ക് വേണ്ടിയതും നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയതെല്ലാം ആ കരത്തിലുണ്ട്. ആ തിരിച്ചറിവോടെയാണ് ഞാനും നിങ്ങളും ഇറങ്ങിയത്. ക്രിസ്തുവിനെ ഇറങ്ങിയത് കേവല നന്മകൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണ്. എന്നാൽ അവിടെ എത്തും വരെയും ഈ മരുഭൂമിയിൽ, ഈ പ്രവാസ ലോകത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം അവന്റെ കരത്തിന്റെ ഉള്ളിലുണ്ട്. ഒന്നിനും ഞങ്ങൾ ഒരിടത്ത് അലയാൻ ദൈവം അനുവദിക്കയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്നരുളിയ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറഞ്ഞാട്ട്, എന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ ശൂന്യതകളാണെങ്കിലും ഇരുളിന്റെ മറകളാണെങ്കിലും ആത്മാവിൽ വിളിച്ചു പറഞ്ഞാട്ട്, എന്റെ കർത്താവിനെ അറിയേണ്ടതുപോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്നെയും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം പറയുന്നത്, നാം ദൈവത്തെ അറിഞ്ഞും വിശേഷ ദൈവം നമ്മളെ അറിഞ്ഞു വിരിക്കുന്നു. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അവൻ നമ്മളെയും അറിയും. പ്രൈസ് ദ ലോർഡ്. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണം തിരിക്കുന്നവരെയൊക്കെ എനിക്കറിയാം. മാധ്യമത്തിൽ കണ്ടിട്ടുണ്ട്, പത്രത്തിൽ കണ്ട് അവരുടെ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല പരിചയം, പക്ഷേ അവർക്ക് എന്നെ ഒരു പരിചയവും ഇല്ല. ആരെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും വന്നാൽ വലിയ സെക്യൂരിറ്റിയൊക്കെ ഭേദിച്ച് ഞാൻ ചെന്നെന്ന് വെച്ചു, ഞാൻ പറയും ഞാൻ ഇന്ന ആളാണ്, എനിക്ക് നല്ല പരിചയമെന്ന് പറഞ്ഞാൽ പുള്ളി പറയും എനിക്കൊരു പരിചയവും ഇല്ല. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, നീ അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് നിന്നെ നന്നായി അവൻ അറിയും. ഇന്ന് രാത്രി ഈ സുവിശേഷ മഹായോഗമാണെങ്കിൽ ഒരു ആത്മീയ ദൂത് പറയാൻ പരിശുദ്ധാത്മാവിനോട് ശക്തമായി നിയോഗം നൽകുക. നിന്നെ അറിയേണ്ടവരാരും അറിയാതിരുന്നാലും ഭയപ്പെടേണ്ട. നിന്നെ നന്നായി അറിയുന്ന ഒരുവനുണ്ട്. നിന്നെ നന്നായി അറിയുന്ന ഒരുവനുണ്ട്. അവൻ അറിഞ്ഞാൽ നിന്റെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അറിയുക മാത്രമല്ല, അതിലൊരു നീക്കുപോക്കൂടെ അവൻ്റെ പക്കലുണ്ട്, ഒരു പരിഹാരം അവൻ്റെ പക്കലുണ്ട്. അവൻ നമുക്കായി കരുതുന്നവനാണ്. അതുകൊണ്ട് അവനെ നന്നായി അറിഞ്ഞ പത്രോസ് ജീവിതത്തിൻ്റെ വലിയ വേദനയിൽ നിരാശയോടെ ശൂന്യമായ പടകം വലയുമായി കരയിലേക്ക് അടുപ്പിച്ച് ഏറെ ഭാരത്തോടിരിക്കുമ്പോൾ ദൂരവേ നിന്ന് അവനെ അറിഞ്ഞ നാഥൻ അവൻ്റെ പടകിലേക്ക് തന്നെ വന്നു. ഒത്തിരി പടകൾ അവിടെ ഉണ്ടെങ്കിലും മറ്റ് പടകളെ ഒന്നും തിരഞ്ഞെടുത്തില്ല. ശീമോന്റെ പടകിനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അവൻ അകലങ്ങളിൽ നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞു. ഭാരം അറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമേ, നീ അകലെ ഇരുന്നാലും അടുത്തിരുന്നാലും നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ അവൻ നന്നായി അറിയുന്നവനാണ്. ദൂരത്ത് നിന്ന് നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന, നമ്മുടെ ചിന്തകളെ അറിയുന്ന, നമ്മുടെ ഉൾപ്പൂവുകളെ ആരായുന്നവൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ നന്നായി അറിയുന്നുണ്ട്. അറിഞ്ഞ് നിന്റെ അരികിൽ വന്നാൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ഒരു പരിഹാരമുണ്ട്. പറഞ്ഞു, കുഞ്ഞെ ഒരൽപ്പം പടക് നീക്കാൻ പറഞ്ഞു. 10 വർഷം കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നിന്റെ വാക്കിന് വില കൽപ്പിച്ച് ഞാൻ വലയിറക്കാൻ പോവാം. എൻ്റെ കാര്യം, വലയിട്ടാൽ മീൻ കിട്ടുകയെന്ന് എനിക്കറിയാം, അതെൻ്റെ അറിവാണ്. പക്ഷേ എനിക്കൊരു തിരിച്ചറിവുണ്ട്. ഇപ്പോൾ ഈ കടൽ തിര, ഈ തീരത്ത് ഈ വലിയ പുരുഷാരം നിന്റെ പിന്നാലെ ഇങ്ങനെ വരണമെങ്കിൽ നിന്റെ വാക്കിന് പിമ്പിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ പുരുഷാരം നിന്നെ വെറുതെ പിൻപറ്റുകയില്ലെന്ന് എനിക്ക് തിരിച്ചറിയാം. ഹല്ലേലൂയ. ഈ കടൽക്കര എനിക്ക് നല്ല പരിചയമാണ്. ഇതുവരെയും കാണാത്തൊരു പുരുഷാരം ഈ കടൽ തീരത്ത്, നീ തടാകത്ര തീരത്ത് നിന്റെ പിന്നാലെ വരണമെങ്കിൽ നിന്റെ വാക്കുകൾക്ക് പിന്നിൽ എന്തോ ഒന്നുണ്ട്. നീ അസാധാരണനായ ഒരുവനാണ്. സ്തോത്രം. അതുകൊണ്ട് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോവാ. ആ വാക്കിന് വലയിറക്കി വലിയ മത്സ്യക്കൂട്ടം അകത്തകപ്പെട്ടു.
ക്രിസ്തുവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ പത്രോസിന് ആദ്യമുണ്ടായത് പാപബോധമാണ്. പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ. തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ, നിന്നെ വിട്ടു പോകാനല്ല, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷാരം പിൻപറ്റുമ്പോൾ കർത്താവ് ഒരിക്കൽ ചോദിച്ചു, ശിമോനെ, ശിഷ്യന്മാരെ, ജനം എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അവർ പറഞ്ഞു, ഏലിയാവ്, യോഹന്നാൻ സ്നാപകൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നു. ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? പത്രോസിന് മറുപടി എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു പറയാണ്, നീ ഭാഗ്യവാനാ കുഞ്ഞെ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഈ വെളിപ്പാട് തന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ വെളിപ്പാട് ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ക്രിസ്തു ആരാണെന്ന് യഥാർത്ഥമായി തിരിച്ചറിയാൻ ഭാഗ്യം നമുക്ക് ലഭിച്ചു. ആ ക്രിസ്തുവിനെ പിൻപറ്റിയ പത്രോസിനെ പിൻപറ്റിയ ശിഷ്യഗണത്തിന്, പുരുഷാരത്തിന് നമുക്ക് ഒന്നിനും കുറവില്ലാതെ നടത്താൻ അവൻ വിശ്വസ്തനാണ്. ആ പത്രോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ, ബാബിലോണിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുക. അതുകൊണ്ടല്ലേ നമ്മൾ ഏത് ടെൻഷൻ വന്നാലും പ്രാർത്ഥനാ മുറിയിലോട്ടാണ് കയറുന്നത്. ഏത് ഭാരം വന്നാലും ഇരിക്കുന്ന ഇടത്തിരുന്നോട് ദൈവത്തോട് കരയാനല്ലാതെ നമുക്കൊന്നിനും കഴിയത്തില്ല. പ്രൈസ്. വെറുതെ അല്ല കരയുന്നത്, നാം വെറുതെ അല്ല നിലവിളിക്കുന്നത്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരുവൻ ഉണ്ട്, അവൻ പ്രവർത്തിക്കുമെന്ന് ഇന്നലകളിലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഇന്നും നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്. 24 നിന്റെ കണ്ണുനീരിന് മറുപടി തന്ന ദൈവം 25 പ്രവർത്തിക്കുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഈ അങ്കണത്തിൽ വന്നിരിക്കാൻ, ഈ പ്രതിസന്ധിയൊക്കെ മറികടന്ന് ഈ ഉയർന്ന സ്ഥലത്ത് വന്ന് ഒരുക്കപ്പെട്ട കസേരയിരുന്ന് വചനം കേൾക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു തിരിച്ചറിവ് അകത്തുണ്ട്. യേശു ആരാണ്? അവൻ കേവലം സൗഖ്യദായകൻ മാത്രമല്ല, അവൻ എൻ്റെ പാപപരിഹാരകനാണ്, അവൻ ദൈവപുത്രനാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക അധ്യായങ്ങളിലും സർവശക്തിയുള്ള ദൈവം, സർവശക്തിയുള്ള ദൈവം, സർവശക്തിയുള്ള ദൈവം എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. പുറപ്പാട് പുസ്തകം 6:3 പറയുന്നു, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായി സർവശക്തിയുള്ള ദൈവമാകുന്നു. യേശു ക്രിസ്തു സർവശക്തിയുള്ള ദൈവമാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധിപ്പാൻ കൊള്ളാവുന്ന ഒരുവനുമില്ല. അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ കവലകളിലും ഒരുക്കപ്പെടുന്ന പന്തലിലും എല്ലായിടത്തിലും ഞങ്ങൾ പ്രസംഗിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ ക്രിസ്തുവിനെ യഥാർത്ഥമായി അടുത്തറിയാൻ കഴിയാതെ ആരെങ്കിലും ശബ്ദപരിധിയിലുണ്ടെങ്കിൽ സ്നേഹിതരെ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു കേവലം ഒരു അവതാര പുരുഷൻ മാത്രമല്ല, അവൻ സത്യദൈവമാണ്, അവൻ നിത്യജീവനാണ്. സ്തോത്രം. പാപാന്ധകാരത്തിൽ വീണുപോയ മനുഷ്യരാശി രക്ഷിപ്പാൻ ദൈവം മനുഷ്യനായി മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ദൈവം മനുഷ്യനായി, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ രാത്രിയിലും ഈ ക്രിസ്തു ഈ മണ്ണിലേക്ക് വന്നത്, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ച് നിന്റെ പാപത്തിന് മറവില കൊടുക്കുവാൻ നിന്റെ പക്കൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ നിനക്ക് മറവിലയായി തീരാൻ വേണ്ടിയാണ് ഈ മണ്ണിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ കൊടുപ്പാനും അത്രേ വന്നത്. ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ, ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ആത്മാവിനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യൻ നേടിയതും വെട്ടിപ്പിടിച്ചതും സമ്പാദ്യങ്ങളെല്ലാം കൊടുത്താലും മറുവിലയാകുന്നില്ല. എന്നാൽ മറുവിലയായി തീരാൻ ഒരുവൻ ഈ മണ്ണിലേക്ക് വന്നു. അവൻ്റെ പേരാണ് നസറേയനായ യേശു ക്രിസ്തു. ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരേ മധ്യസ്ഥൻ യേശു ക്രിസ്തു. സകലർക്കും മറുവിലയായി തീരുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവേശു തന്നെ. ഈ തിരിച്ചറിവാണ് ഇന്ന് രാത്രി നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ മറന്നുള്ള ജീവിതമാണെങ്കിൽ മാന്യ സഹോദരാ, ആ ലോകത്തിൻ്റെ മൗഢ്യമായ അറിവുകളെ തിരസ്കരിച്ചിട്ട് ക്രിസ്തുവിലേക്ക് വരിക. യേശുവേ, ഞാൻ അങ്ങ് ആരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് സർവശക്തിയുള്ള ദൈവമാണ്, അങ്ങ് മഹാദൈവമാണ്, അങ്ങ് സർവത്തിനും മീതേയുള്ള ദൈവമാണ്,
അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് ഭരിച്ച് നടത്തുന്നതാണ് അങ്ങ്. അങ്ങറിയാതെ ഈ ഭൗമമണ്ഡലങ്ങളിൽ ഒരു ചലനങ്ങൾ പോലും നടക്കുന്നില്ല. സകലതും അങ്ങയുടെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. ഇന്ന് രാത്രി പാപിയായ ഞാൻ അങ്ങയെ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നു എന്ന് ആർക്ക് പറയാൻ കഴിയും? ആ തിരിച്ചറിവാണ് നിന്നെ ദൈവമകനാക്കി മാറ്റുന്നത്. അവനെ കൈക്കൊള്ളുക. സർവശക്തിയുള്ള ദൈവമായി, മഹാദൈവമായി, സർവത്തിനും മീതെയുള്ള ദൈവമായിരുന്നവൻ ദൈവത്തെ മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ മണ്ണിലേക്ക് നമ്മിൽ ഒരുവനെ പോലെ, പാപമൊഴികെ സകലത്തിലും നമ്മിൽ ഒരുവനെ പോലെ ഇറങ്ങി വന്നത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. യോഹന്നാൻ അവനെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. ഇന്നും മറ്റ് പലരെ കാണുന്ന അതേ നിലയിൽ കണ്ട് മാത്രം കളയാൻ ഉള്ള ഒരാളല്ല യേശു ക്രിസ്തു. അവൻ നിന്റെ പാപത്തിന് പരിഹാരമായി തീരാൻ, മറവിലിയെ തീരാൻ വന്നവനാണ്. ഇന്ന് രാത്രി ആ ക്രിസ്തുവിനെ അതേ നിലയിൽ തിരിച്ചറിയണം. പഴയ നിയമപ്രമാണങ്ങളിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി വർഷാവർഷം ആടുകളെ കൊടുത്തു പോകുന്ന യഹൂദജനം, പരീശന്മാർ നിയമത്തിന്റെ കൃത്യമായ പഴുതുകളിലൂടെ ആടുകളെ യാഗം കൊടുത്ത് പാപത്തെ മറച്ച് പിടിച്ചു പോകുമ്പോൾ, അതേ പരമ്പരയിൽപ്പെട്ട മരുഭൂമി ദൈവത്തിന് അരുളപ്പാട് ലഭിച്ചവൻ ക്രിസ്തുവെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യന്റെ പാപം, ഒരു വ്യക്തിയുടെ പാപം, ഒരു ആട് പേറിപ്പോകുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ അനുവർത്തിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ഒരു ദൈവ കുഞ്ഞാടുണ്ട്. അത് യേശു ക്രിസ്തുവാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് രാത്രി ആ ദൈവ കുഞ്ഞാടിനെ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തി, ഈ നെടുമ്പാര ഭാഗത്ത് ഈ അങ്കണത്തിൽ നിന്നുകൊണ്ട് ഈ വീക്കോട്ടയത്തോട് ആ ദൈവ കുഞ്ഞാടിനെ ഉയർത്തി ഞങ്ങൾ ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു, ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രം, ഏക പാപ വിമോചകൻ യേശു ക്രിസ്തു മാത്രം, മാനവ ജനതയുടെ ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. ഇവനെ ഈ നിലയിൽ അറിയാത്തവരായി ആരെങ്കിലും ഇതുവരെ ജീവിതം നയിച്ചെങ്കിൽ, മാന്യമിത്രമേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാര പരിധിയിൽ വന്ന ഒരുവന് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ ദൈവ പൈതലാണ്, ക്രിസ്തു എന്നിൽ വാഴുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണ്. ആ ക്രിസ്തുവിൽ വന്നവന്റെ പ്രത്യേകത, അവൻ ദൈവത്തെ കാണാൻ കഴിയും. ദൈവത്തിന്റെ കരത്തിന്റെ മഹത്വം, വല്ലഭത്വം അവൻ അനുദിന ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ഇന്ന് രാത്രി ആ ഭാഗ്യം ലഭിച്ചവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അകലങ്ങളിൽ ഈ മഹത്തായ അനുഭവം സ്വായത്തമാക്കാൻ കഴിയാതെ ആരെങ്കിലും അകലങ്ങളിൽ സമാധാനമില്ലാത്തവരായി, രോഗത്താൽ പിടിക്കപ്പെട്ടവരായി, ജീവിതത്തിന്റെ ഇരുള് മൂടിയ അന്തരീക്ഷത്തിൽ പലപ്പോഴും ആത്മഹത്യയെ സ്വീകരിക്കുവാൻ വീട്ടിനകത്ത് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് ജീവിതം ഇരുളിൽ ഇന്നുമായിരിക്കുന്നെങ്കിൽ ആത്മഹത്യ പാപമാണ് മിത്രമേ. നിന്റെ കുടുംബത്തിനകത്ത് ഇരുട്ട് മാറ്റുവാൻ, നിന്റെ തലമുറയിലെ ഇരുട്ട് മാറ്റുവാൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായവൻ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ലോകം അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. ഇന്ന് രാത്രി അവനെ അറിയേണ്ടതുപോലെ അറിയുക. ഹല്ലേലൂയ. ആ ക്രിസ്തുവല്ലാതെ നമ്മെ രക്ഷിപ്പാൻ മറ്റൊരുത്തിനും കഴിയില്ല. തൻ്റെ പദവികളെല്ലാം വിട്ട് മണ്ണിലിറങ്ങി വന്ന് അവൻ നമ്മെ രക്ഷിച്ചത് കേവലം വാക്കുകൊണ്ട് മാത്രമല്ല, ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി. ആ കൈകാലുകൾ നമുക്കായി ആണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആ പൊന്നുശരീരം നമുക്കായി ചാട്ടവാറടിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തങ്കക്കിരീടങ്ങൾ വെക്കേണ്ട രാജാതിരാജാവായവൻ മുൾക്കിരീടത്തിനായി ആ ശിരസ് ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ മുഖത്തെ രോമമെല്ലാം റോമൻ നാണയത്തുട്ടുകൾ കൊണ്ടവർ ചേർത്ത് പിടിച്ച് പിഴുതെടുത്തു. തേജോരൂപിയായ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്ന എൻ്റെ ക്രിസ്തുവിനെ ഈ വിധത്തിൽ വേദനകൾക്ക് വേണ്ടി പിതാവ് ഏൽപ്പിച്ചു കൊടുത്തു. എന്തെന്നറിയാമോ? സ്തോത്രം. എൻ്റെ നിങ്ങളുടെ നിലവിളിക്കൊരു മറുപടി വേണം. വീണുപോയ എൻ്റെ നിന്റെ നിലവിളി സ്വർഗതലങ്ങളിലെത്തിയപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ പുത്രനെ തകർത്ത് കളയാൻ അവന് ഇഷ്ടം തോന്നി. അവനൊരു തലമുറയെ കാണണം, പാപമില്ലാത്തൊരു തലമുറയെ വീണ്ടെടുക്കുവാൻ വേണ്ടി പ്രിയപുത്രനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു.
അവൻ്റെ ക്രൂശ മരണമാണ് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നത്. നമുക്ക് സമാധാനം നൽകുന്നത് ആ ക്രൂശിലൂടെയാണ്. ഇന്ന് രാത്രി ഈ ക്രൂശിനെ മറന്നൊരു ജീവിതമാണ് നയിക്കുന്നെങ്കിൽ അത് മതിയാക്കി ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്ന് ഇന്ന് രാത്രി സമാധാനം ഏറ്റെടുക്കണം. നീ രോഗിയാണോ? ഒരു വൈദ്യന്മാർക്ക് നിന്നെ സുഖപ്പെടുത്താൻ കഴിയുന്നില്ലയോ? ഇന്ന് രാത്രി ഈ ക്രൂശിന്റെ ചുവട് സകല രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്ന ഇടമാണ്. ഗിലെയാദിലെ പരമവൈദ്യൻ ക്രൂശിൽ നിനക്കായി യാഗമാകുന്നത് നിനക്ക് സൗഖ്യം തരുവാൻ വേണ്ടിയാണ്. മരണത്തിലേക്ക് പലപ്പോഴും വഴുതുമാറുവാൻ തീരുമാനമെടുത്ത വ്യക്തിയാണോ? അരുത്. ആത്മഹത്യകൾ പാപമാണ്. നിനക്ക് വേണ്ടി ഒരുത്തൻ ക്രൂശിൽ ശാപമരണം വഹിച്ചു. ന്യായപ്രമാണത്തിന് ശാപത്തിന് കീഴിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങുവാൻ ക്രിസ്തു നമുക്ക് പകരമായി. അവന്റെ ബലിമരണം എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് രാത്രി തകർന്ന ഹൃദയത്തോട് സുവിശേഷത്തോട് മറുതലിക്കാതെ, ക്രിസ്തുവിനോട് മറുതലിക്കാതെ ഇന്ന് രാത്രി ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്നാൽ ഇന്ന് രാത്രി നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാം. നാളത്തെ പ്രഭാതം പുതിയ ഒരനുഭവമായിരിക്കും. ഇതുവരെ അലട്ടിയ പ്രശ്നങ്ങൾ നിന്നെ വിട്ട് മാറും. പുതിയൊരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ കൈപിടിക്കാൻ കഴിയുന്ന ആ ക്രിസ്തുവിനായി ഇന്ന് രാത്രി ഹൃദയത്തെ വിട്ടുകൊടുക്കുക. പാപത്തോട് വിട പറയുക. ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുക. കർത്താവേ, ഈ വലിയ സ്നേഹത്തെ വിട്ട് ഞാൻ എത്ര നാൾ ഓടിയപ്പാ. ഇന്ന് രാത്രി ഞാൻ അങ്ങേ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നു. ഈ ശബ്ദവതിയിരിക്കുമ്പോൾ ഹൃദയംഗമായി ചേർന്ന് പറയാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ വീടിന് രക്ഷയാണ്. സക്കായി പറഞ്ഞതുപോലെ കുറവുകൾ ഏറ്റുപറയാൻ കഴിഞ്ഞാൽ, പാപങ്ങൾ ഏറ്റുപറയാൻ കഴിഞ്ഞാൽ, യേശുനാഥൻ പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. നിന്റെ വീടിന് ഇന്ന് രാത്രി രക്ഷ വരണമെങ്കിൽ ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ വരണം. ക്രിസ്തു നിന്റെ ഭവനത്തിനകത്ത് വരണം. അതിന് അറിയേണ്ടതുപോലെ ക്രിസ്തുവിനെ അറിയുക. ക്രിസ്തുവിനെ അറിഞ്ഞ് വായിച്ച് മനസ്സിലാക്കി പഠിച്ച തലമുറയ്ക്ക് പകർത്തിക്കൊടുത്തവർ അവനെ അറിയാത്തവരായി പുരുഷാരത്തിനിടയിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ അവനെ ചൂണ്ടിപ്പറഞ്ഞു, ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവനാണ് ദൈവകുഞ്ഞാട്. ഇന്ന് രാത്രി ആ ദൈവകുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ ഹൃദയാന്തർഭാഗത്ത് സ്വീകരിക്കുക. പാപത്തോട് വിട പറഞ്ഞ് ഒരു ധന്യകരമായ ജീവിതം നയിക്കുക. രാത്രി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. പ്രിയ കൂടപ്പിറപ്പേ, 2024 പല ദിനങ്ങളിൽ മരണത്തിന്റെ കരങ്ങൾ നിന്നെ തപ്പിയെടുക്കാൻ നോക്കിയതാ. എൻ്റെ നാഥൻ നിന്നെ വിട്ടുകൊടുക്കാതെ ഇന്ന് രാത്രി ഈ സന്ദേശം നിന്റെ കാതുകളിൽ തന്നത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി തീരുമാനത്തോടെ പറഞ്ഞാട്ടെ, ഇനി പാപത്തെ സ്നേഹിക്കാൻ ഞാൻ പോകുകയില്ല. ഞാനൊരു ദൈവവൈതലായി ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ ആ വലിയ സന്തോഷം നിന്റെ കൂടാരത്തിൽ വരും. ആ സന്തോഷം നിന്റെ തലമുറകൾ കാണും. വീടടങ്കം ആനന്ദിക്കാൻ പറ്റും. ഇന്ന് രാത്രി ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുക. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചിട്ട് അവനെ ചൂണ്ടി വീണ്ടും പറഞ്ഞു, ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പഴയ നിയമപ്രമാണങ്ങൾ നിങ്ങൾ ആലേഖനം ചെയ്ത് പകർത്തി എഴുതി കൊടുത്ത സ്ത്രീയുടെ സന്തതിയെ, ആ പെസഹ കുഞ്ഞാട്, ആ പരമയാഗം, അടിക്കപ്പെട്ട പാറ, വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞ് യോഹന്നാൻ അവരെ ചൂണ്ടിക്കാണിക്കും. ഇന്ന് രാത്രി ആ പെസഹ കുഞ്ഞാട് നമ്മുടെ കർത്താവാണ്. ഈ ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി ക്രൂശിലേക്ക് തിരിഞ്ഞ്, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ്, ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവുള്ള ഒരു ജീവിതം നയിക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ടും ഈ അങ്കണത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വാക്ക്, ഈ ക്രിസ്തുവിനെ പിൻപറ്റിയ എനിക്ക് നിങ്ങൾക്കും മരുഭൂമിയിൽ ഒന്നിനും കുറവില്ലാതെ അവൻ നടത്താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഏതെല്ലാം ആവശ്യങ്ങൾ എപ്പോഴൊക്കെ വരുമോ അപ്പോഴെല്ലാം അവൻ്റെ കരത്തിൽ നമുക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ട്. എന്നാൽ മിസ്രയീമിൽ അവർ ചെയ്ത പോലെ പെറുപെറുപ്പില്ലാതെ
വിശ്വസ്തയോടുകൂടി നമുക്കൊരെ പിൻപറ്റാം. പ്രൈസ് ദി ലോർഡ്. അവരെ അനുഗമിച്ച ആത്മീയപാറയെന്ന് അവർ കുടിച്ചു, എങ്കിലും താഴെ പറയുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇന്ന് രാത്രി നമുക്ക് തീരുമാനിക്കാം, ദൈവം എന്നിൽ പ്രസാദിക്കണം, എൻ്റെ വഴികൾ ദൈവം പ്രസാദിക്കണം. ആ നിത്യതയുടെ തുറമുഖത്ത് എനിക്ക് എത്തിച്ചേരാൻ കഴിയണം, ആ കനാനിൽ എനിക്ക് എത്തിച്ചേരുവാൻ കഴിയണം. അതിനിന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ശുശ്രൂഷയ്ക്കായി എനിക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയ പ്രിയ മാത്യു പാസ്റ്ററോടും ടീം അംഗങ്ങളോടും എന്നെ ശ്രവിച്ച എല്ലാവരുടെ ഹൃദയമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.